ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളാക്കി മാറ്റുന്ന അസർബൈജാന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അർമേനിയൻ വൈദികൻ. അസർബൈജാൻ സർക്കാർ കൈവശപ്പെടുത്തി അർമേനിയൻ ക്രൈസ്തവർക്ക് പലായനം ചെയ്യേണ്ടി വന്ന നാഗോർണോ കാരബാഖ് വിഷയത്തെ പരാമർശിച്ചായിരുന്നു ഫാദർ തിരർ ഹക്കോബിയാൻ എന്ന വൈദികന്റെ പ്രതികരണം. അസർബൈജാൻ ക്രൈസ്തവ ദേവാലയങ്ങളെ മോസ്കുകളാക്കി മാറ്റുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിഷ്ക്രിയ നിലപാടിന് മുൻപിൽ ചരിത്രം പുനർനിർവചിക്കാൻ മേഖലയിലെ അർമേനിയൻ അടയാളങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1988 മുതൽ രാജ്യങ്ങളും ഈ പ്രദേശത്തിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിലായിരുന്നു. ഒരു സമയത്ത് ഇവിടെ വസിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകളും അർമേനിയക്കാരായിരുന്നു. ഇവിടുത്തെ അർമേനിയക്കാർ റിപ്പബ്ലിക് ഓഫ് ആർട്സാക്ക് എന്ന പേരിലാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത്. ദീർഘനാളായി നീണ്ടുനിന്ന പ്രശ്നം 2023 സെപ്റ്റംബർ മാസമാണ് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയത്. പുറത്തുനിന്നുള്ള മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും വിലക്കി അസർബൈജാൻ സൈന്യത്തെ വിന്യസിച്ചതിനു ശേഷം 10,000-കണക്കിന് ക്രൈസ്തവർ പലായനം ചെയ്യുകയായിരുന്നു. അഭയം തേടി ഏകദേശം 1,00,000-ഓളം ആളുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അർമേനിയൻ അതിർത്തിയിലേക്ക് എത്തിയത്. ഈ സംഘർഷം വിസ്മരിക്കപ്പെട്ടുവെന്ന് ആർച്ച്മാൻഡ്രൈറ്റ് ഓഫ് ദ അർമേനിയൻ അപ്പസ്തോലിക് ചർച്ച് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് പദവി വഹിക്കുന്ന തിരർ ഹക്കോബിയാൻ പറഞ്ഞു. അർമേനിയക്കാരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമാണ് അസർബൈജാന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഗോർണോ കാരബാക്കിൽ അർമേനിയക്കാർ ആരും ഇനി ബാക്കിയില്ലെന്നും അത് ശൂന്യമാണെന്നും വൈദികൻ പറഞ്ഞു. അസർബൈജാൻ തകർത്ത ദേവാലയങ്ങളിൽ 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും പണികഴിക്കപ്പെട്ട അർമേനിയൻ ദേവാലയങ്ങളുണ്ടെന്ന് ഹക്കോബിയാൻ വെളിപ്പെടുത്തി.